ബ്രിട്ടനിൽ മലയാളികളുടെ നേതൃത്വത്തിൽ മത്സര വള്ളംകളി 27 വള്ളങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ കാണികളായി ആയിരങ്ങളെത്തി. ലണ്ടനിൽ നിന്ന് ഷൈമോൻ തോട്ടുങ്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. കുടിയേറ്റത്തോടൊപ്പം കൂടെ കൊണ്ടുപോകുന്ന മലയാളികളുടെ തനതായ സാംസ്കാരിക ആഘോഷ പരിപാടികളും ബ്രിട്ടനിൽ അവതരിപ്പിച്ച് UK മലയാളികൾ. ഓണക്കാലമായാൽ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാന ആഘോഷമായ വള്ളംകളി UKയിലും കഴിഞ്ഞ 6 വർഷമായി ആഘോഷപൂർവ്വം അവതരിപ്പിച്ച് വിസ്മയം തീർക്കുകയാണ് UKയിലെ മലയാളികൾ. UKയിലെ മലയാളി അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ യുക്മയുടെ ആഭിമുഖ്യത്തിൽ ഇംഗ്ലണ്ടിലെ ഷെഫീൽഡിനടുത്തുള്ള റോദർഹാമിലെ മാൻവേസ് തടാകത്തിൽ നടന്ന 6ാമത് മത്സര വള്ളംകളിയിൽ മത്സരിക്കുവാനും കാണുവാനുമായി UKയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് എത്തിച്ചേർന്നത്. വിവിധ അസോസിയേഷനുകൾ പ്രതിനിധീകരിച്ച് 27 വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കുട്ടനാട്ടിലെ വിവിധ കരകളുടെ പേരിലുള്ള ബോട്ട് ക്ലബ്ബുകളായി മത്സരിച്ച ടീമുകളുടെ വള്ളങ്ങൾക്ക് നൽകിയ പേരുകൾ കേരളത്തിലെ പ്രശസ്തമായ ചുണ്ടൻ വള്ളങ്ങളുടേതായിരുന്നു. രാവിലെ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് കേരളപൂരം എന്ന പേരിൽ അരങ്ങേറിയ പരിപാടികൾ ആരംഭിച്ചത്. ഇന്ത്യയുടെയും ബ്രിട്ടന്റെയും പതാകകൾ, വിവിധ കേരളീയ കലാരൂപങ്ങൾ, ചെണ്ടമേളം എന്നിവ ഉൾപ്പെടെ നടത്തിയ സാംസ്കാരിക ഘോഷയാത്രയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനം പ്രശസ്ത സിനിമാ താരം സുരഭി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന മത്സര വള്ളംകളിയിൽ യഥാക്രമം നോട്ടിംഗ്ഹാം, സാൽഫോർഡ്, ബോൾട്ടൺ എന്നീ ടീമുകൾ 1, 2, 3 സ്ഥാനങ്ങൾ നേടി. മത്സരങ്ങളോടനുബന്ധിച്ച് വനിതകൾ അവതരിപ്പിച്ച മെഗാ തിരുവാതിരയും സംഗീത നൃത്ത പരിപാടികളും അരങ്ങേറി. വള്ളംകളി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ യുക്മ പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരിങ്ങത്തറ, ജനറൽ സെക്രട്ടറി കുര്യൻ ജോർജ്, ജയകുമാർ നായർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള യുക്മ കമ്മിറ്റിയാണ് വള്ളംകളിക്ക് നേതൃത്വം നൽകിയത്. വിജയികൾക്ക് കേംബ്രിഡ്ജിലെ മലയാളി മേയർ ബൈജു തിട്ടാല സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മലയാളി കൌൺസിലർ ഡോക്ടർ ജൂണ സത്യനും സന്നിഹിതയായിരുന്നു. വനിതകൾക്കായി പ്രത്യേക പ്രദർശന വള്ളംകളിയും നടന്നു. റോദർഹാമിലെ മാൻവേസ് തടാകക്കരയിൽ നിന്നും ഏഷ്യാനെറ്റ് ന്യൂസിനു വേണ്ടി ഷൈമോൻ തോട്ടുങ്കൽ.